ശ്രീ അനിൽ വിളയിൽ നേരത്തെ CPM നേതാവ് ഡി സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്, അതായത് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിൽ വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. അത് VHP ആണെങ്കിലും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഫ്രീ ഹിന്ദു ടെമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം അത് സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ CPMന്റെ ആരോപണം എന്നത് ഇത് വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ അഴിച്ചുവിടുന്നതാണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അഴിച്ചുവിടുന്നതാണ് എന്നതാണ്. ഈ ചർച്ചയിലും ശ്രീ സുരേഷ് കുമാർ അത് ഉന്നയിക്കുന്നു. താങ്കൾക്ക് മറുപടി പറയാം. ഈ ശബരിമലയിലെ ഈ വൻ മോഷണത്തോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു വരുത്തുന്നൊരെണ്ണം പമ്പയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള വിവാദങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. അത് പക്ഷേ അരിയാഹാരം കഴിക്കുന്ന മലയാളികളും ഒക്കെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇടതുപക്ഷ പ്രതിനിധി യാതൊരു കാര്യവുമില്ലാതെയാണ് ഈ തിരുവനന്തപുരത്തെ ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, 91 സെന്റ് വസ്തുവാണ് രേഖകൾ പ്രകാരം, അവിടുത്തെ വില്ലേജിലെ രേഖകൾ പ്രകാരം ഈ ഗണപതി ക്ഷേത്രത്തിന്റെ സ്വത്തായിട്ടുള്ളത്. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നമുക്ക് 2 പേർ കൂടെ ചേർന്നൊരു സർവേയറെ വെച്ച് അളപ്പിക്കാം. അത് ഇന്ന് 9-10 സെന്റിന് മുകളിൽ ഉണ്ട് എങ്കിൽ താങ്കളോട് ഞാൻ ക്ഷമ ചോദിക്കാം പൊതുവായിട്ട് എന്ന് ആദ്യമേ പറയുകയാണ്. ഈ M സ്വരാജ് കേരള നിയമസഭയിലെ അംഗമായിക്കൊണ്ട് ഇരുന്ന വ്യക്തിയാണല്ലോ. 8/11/2016 നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം നമ്പർ 6716 പ്രകാരം അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലെ ഒരെണ്ണം. കടകംപള്ളി സുരേന്ദ്രൻ ഊർജ്ജവും ദേവസ്വവും വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ദേവസ്വങ്ങളുടെ ഓരോ ദേവസ്വത്തിന്റെയും എത്ര ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 1000-കണക്കിന് ഏക്കറാണ്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി എത്രയോ അഭിമാനത്തോടു കൂടിയാ പറഞ്ഞിരിക്കുന്നത് 5.5 ലക്ഷം ഏക്കർ വസ്തുക്കൾ സംസ്ഥാന സർക്കാരിൻ്റെതും ദേവസ്വത്തിൻ്റെയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് പ്രതിനിധി പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി പറയുന്ന അങ്ങനെ വലിയ നഷ്ടമൊന്നുമില്ല എന്ന്. ഇവർക്ക് 2 പേര് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവർക്ക് പറയാൻ സാധിക്കുമോ? കേരളത്തിലെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇന്നുവരെ കേരളത്തിലെ ദേവസ്വം ബോർഡ് ആയിക്കൊള്ളട്ടെ, റവന്യൂ വകുപ്പ് ആയിക്കൊള്ളട്ടെ, മാറി മാറി ഭരിച്ചത് ആരാണ്? ഈ 2 വിഭാഗക്കാർ തന്നെയല്ലേ? നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരും കാരണഭൂതരും ഈ ഇടതു മുന്നണിയും വലതു മുന്നണിയുമാണ്. അതിനാൽ അവർക്ക് ഈ കൊള്ളയിൽ നിന്നൊന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. കേരളത്തിനകത്തു മാത്രമല്ല ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിന് വെളിയിലുള്ള ചെങ്കോട്ടയിൽ ഒരു അച്ചൻകോവിൽ ദേവസ്വത്തിന്റെ വക ചെങ്കോട്ടയിലെ 100 ഏക്കർ നെൽവയൽ എവിടെ പോയി? വാരണാസിയിലും കാശിയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ ഏതോ ഒന്ന് അടുത്ത സമയത്ത് തിരിച്ചുപിടിച്ചു, ബാക്കിയൊക്കെ എവിടെ പോയി? ഇത് ഹിന്ദു ക്ഷേത്രങ്ങളോട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതൊരു ഇരുണ്ട യുഗത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് പറയുന്നത് കേട്ടാൽ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഇവിടുത്തെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ എന്തോ സംഘർഷത്തിലേക്ക് പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ പള്ളികൾക്ക് 99 വർഷത്തേക്കും 999 വർഷക്കാലത്തേക്കും പതിച്ചു കൊടുത്ത ധാരാളം പാട്ടഭൂമികൾ ഉണ്ടല്ലോ. അതൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ടോ? ആ കാലാവധിക്ക് ശേഷം സാധിക്കില്ല. ന്യൂനപക്ഷം എന്ത് കൈവശപ്പെടുത്തിയാലും കൊള്ളയടിച്ചാലും പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യവുമില്ല, തന്റെ ഇടവുമില്ല. ഈ മതേതരത്വം ഭരണഘടനയിൽ മാത്രം പോരാ, ഹിന്ദുവിന്റെ സ്വത്തുക്കളെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ഇവിടുത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും തന്നെയാണ്. കോൺഗ്രസ് നേതാവ് കുറെ കണക്കുകൾ ഉദ്ധരിച്ചു പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. രാജമാണിക്യത്തിനെ നിയമിച്ചുമൊക്കെ ഈ തിരിച്ചു പിടിക്കാനുള്ള ആർജവം എന്താ ഇല്ലാത്തത്? ധൈര്യമില്ലാത്ത എന്താണ്? നട്ടലില്ലാത്ത എന്താണ്? ഇതൊക്കെ ഹിന്ദുക്കളുടേതായതുകൊണ്ടല്ലേ? ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള കാരണം പറയുന്നു. ചോദിക്കാനും പറയാനും വരുന്നവരെയൊക്കെ വർഗീയവാദികളായി ചാപ്പ കുത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും നയം. ഹിന്ദുവിന് വേണ്ടി ആരും മിണ്ടരുത്, ഹിന്ദുവിന്റെ കുത്തകയൊന്നും ആരും ഏക്കരുത് എന്നുള്ള പരാമർശമൊന്നും ശരിയായ കാര്യമല്ല. നമ്മൾ ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തണം. ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള സംസ്ഥാനങ്ങളിലെ മാത്രമേ ഉള്ളൂ ഈ സ്വത്തുക്കൾ സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. UP കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലിയൊരു സംസ്ഥാനമാണ്. എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങളുണ്ട്. അവിടുത്തെ ഒരൊറ്റ ക്ഷേത്രം മാത്രമാണ് ഈ അവിടുത്തെ സർക്കാർ ഭരിക്കുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. കാരണം അവിടുത്തെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാലാണ് അപ്രകാരം ഭരിക്കുന്നത്. ബാക്കിയൊക്കെ തന്നെ പ്രാദേശികമായ ട്രസ്റ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. യാതൊരു കുഴപ്പവുമില്ലല്ലോ.